ശ്രീജിത്ത് പണിക്കരെ കള്ളപ്പണിക്കന്മാരെന്നും ആക്രി നിരീക്ഷകനെന്നും ഒക്കെ വിളിച്ചതാണ് ഇപ്പോൾ ഏറ്റവും വലിയ വിഷയമായി മാറിയിരിക്കുന്നത്. മറ്റൊന്നുമല്ല, ശ്രീമാൻ സുരേഷ് ഗോപി, നമുക്കറിയാം സൂപ്പർ താരം സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് BJPക്ക് താമര ചിഹ്നത്തിൻ്റെ അക്കൗണ്ട് കേരളത്തിൽ നിന്ന് തുറന്നു കിട്ടുന്നത്. സുരേഷ് ഗോപി അങ്ങനെ വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി 75,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ച് ലോക്സഭയിലേക്ക് എത്തി. അവിടെ ഇപ്പോൾ അദ്ദേഹം കേന്ദ്ര സഹമന്ത്രിയായി മാറിയിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം വാർത്താമാധ്യമങ്ങളെ കണ്ടപ്പോൾ കെ സുരേന്ദ്രൻ നടത്തിയൊരു സ്റ്റേറ്റ്മെൻറ്റ്, അതിങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്. ചില ആക്രി നിരീക്ഷകന്മാർ വന്നിരുന്ന് പറഞ്ഞു BJP സംസ്ഥാന ഘടകം സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന്. അദ്ദേഹം പറഞ്ഞത്, വൈകുന്നേരങ്ങളിൽ ചാനൽ ചർച്ചകളിൽ വന്നിരിക്കാറുണ്ടല്ലോ ചില കള്ളപ്പണിക്കന്മാർ. ഈ കള്ളപ്പണിക്കന്മാർ, ഈ ആക്രി നിരീക്ഷകർ പറഞ്ഞത് സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ വേണ്ടി BJP സംസ്ഥാന ഘടകം ശ്രമിച്ചു എന്നാണ്. അപ്പോൾ അതിനെതിരെ അദ്ദേഹം ഘോരഘോരമൊക്കെ സംസാരിച്ചു. എന്തായാലും ഈ വാർത്താ ക്ലിപ്പുകളൊക്കെ പുറത്തു വന്നു.